വളരെ ചടുലമായ നീക്കങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഗെയിം കേട്ടോ. ഇന്നത്തെ ഗെയിം E4 നീക്കി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറു പയ്യനാണ് എതിരാളിയായിട്ട് വന്നിരിക്കുന്നത്. ചെറു പയ്യൻ എന്നെ തോൽപ്പിക്കുകയോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും തോൽവികൾ ഏറ്റുവാങ്ങാൻ നമ്മൾ നോക്കാം. മണ്ടത്തരങ്ങൾ കൂട്ടി കലർത്താൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് മൂവ്മെൻറ്റ് B6 കളിക്കുന്നു. B6 എതിരാളി നമ്മുടെ B6 കളിച്ചു, നമ്മൾ E4 കളിച്ചു, പുള്ളി B6 കളിച്ചു. എന്തായാലും ബിഷപ്പിനെ ഇറക്കി കളിക്കാനാണ്, ഈ ബിഷപ്പിനെ ഇങ്ങോട്ട് ചാടിക്കാനാണ് ഉള്ള പ്ലാനാണിത്. ബിഷപ്പിനെ ഇറക്കാനാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയത്, അതെല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും നമ്മൾ D3 കളിച്ചു. D3 കളിച്ചിട്ട് E4 ഒരു കൈത്താങ് കൊടുത്തിരിക്കുന്നു. D3 കളിച്ചു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആരും കളിക്കുന്നത് പോലെ തന്നെ ബിഷപ്പിനെ ഇറക്കി നല്ല ബെസ്റ്റ് മൂവ്മെൻറ്റ് പുള്ളി കൊച്ചു പയ്യൻ നടത്തിയിട്ടുണ്ട്. ബിഷപ്പ് B7. നമ്മളടുത്ത നൈറ്റ് F3 കളിച്ചിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് നല്ല കിടിലൻ മൂവ്മെൻ്റ് ആണെന്ന് chess.com തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൈറ്റ് F3 കളിച്ചു. നമ്മൾ അറ്റാക്കിലേക്ക് തുടങ്ങുന്നു. നമുക്കിനി ബിഷപ്പിനെ മാറ്റണം, ഈ ബിഷപ്പിനെ അങ്ങോട്ട് മാറ്റണം, അതുപോലെ തന്നെ കാസ്ലിംഗ് ചെയ്യണം. ഈ രണ്ട് പ്ലാനാണ് നമുക്കുള്ളത്. നോക്കാം. അവർ നൈറ്റിനെ ഇറക്കി. മിസ്റ്റേക്കായിട്ട് തോന്നുന്നു, വേറെ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. മൂവ്മെൻറ്റ് കണ്ടോ, E6 കളിക്കുമായിരുന്നു, നല്ലൊരു മൂവ്മെൻ്റായിട്ട് തോന്നിയത്. പക്ഷേ നൈറ്റിനെ ഇറക്കി. നമ്മൾ ബിഷപ്പിനെ വെച്ചു. നമ്മൾ കാസ്ലിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ അടുത്ത മൂവ്മെൻറ്റ് കാസ്ലിംഗ് ആണ്. കാസ്ലിംഗ് നടത്തി. നൈറ്റ് C6. അതൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് D6 ആയിരുന്നു കേട്ടോ. പുള്ളിയുടെ മൂവ്മെൻറ്റ് D6 ഒരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. D6 പക്ഷെ അത് മിസ്സാക്കി, പുള്ളി മിസ്സാക്കി. അത് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു, പുള്ളി മിസ്സാക്കി. നമുക്ക് നോക്കാം. നൈറ്റ് C6 കളിച്ചു. ഇത് ബ്ലണ്ടറാണ്. ബ്ലണ്ടർ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഒരു മിസ്സാണ്. നമുക്ക് എന്തായാലും അടുത്ത മൂവ്മെൻറ്റ് കാസ്ലിംഗ്. നമ്മളെന്തായാലും കാസ്ലിംഗ് ചെയ്തു. നമ്മുടെ പ്ലാൻ പോലെ തന്നെ കാര്യങ്ങൾ. ഇനി അടുത്ത് നമ്മൾക്ക് റൂക്കിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അതൊരു പ്ലാനാണ്. ആ പ്ലാൻ നടക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ വേഗം വേണം. അപ്പോൾ അവസാനം വരെ കാണുക. ദെൻ E5 കുറേ നേരം കൊണ്ട് കളിച്ച് E5 ഒടുവി ഇറക്കി. നമുക്കതിന് മറുപടി കൊടുക്കണമല്ലോ. നമ്മുടെ മറുപടി C3 നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കളിച്ചു റൂക്കിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. റൂക്കിനെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല, നമ്മൾ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. നമ്മൾ അടുത്ത അറ്റാക്കിലേക്ക് കിടക്കാനുള്ള പരിപാടിയെല്ലാം നമ്മൾ തരം കൂട്ടി വന്നിട്ടുണ്ട്. അടുത്ത മൂവ്മെൻറ്റ് ബിഷപ്പിനെ ഇറക്കാനായിരുന്നു നല്ലൊരു മൂവ്മെൻറ്റ്. പക്ഷെ പുള്ളി മാറ്റി. പുള്ളി ക്യൂൻ E7 കളിച്ചു. മന്ത്രിയെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പ്ലാനുണ്ട്, പുള്ളിക്ക് പ്ലാനുണ്ട്, നമുക്കും പ്ലാനുണ്ട്. നമ്മൾ D4 കളിച്ചു. D4 ആണ് ബെസ്റ്റ് മൂവ്, എന്നതൊരു മൂവ്മെൻ്റ് ആണ്. D4 കളിച്ചു. D4 കളിച്ചാൽ പുള്ളിക്ക് വെട്ടാം, നൈറ്റിനെ വെച്ച് വെട്ടാം. പക്ഷെ നമ്മളും വെട്ടും, നൈറ്റിനെ വെച്ച് നമ്മളും വെട്ടും. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നൈറ്റിനെ വെച്ച് പുള്ളി വെട്ടിയാൽ നമ്മൾ നൈറ്റിനെ വെച്ച് വെട്ടും. അപ്പോൾ ആളെ വെച്ച് വെട്ടും, നമ്മൾ മന്ത്രി വെച്ച് വെട്ടും. കൂടിപ്പോയാൽ നമുക്കായിരിക്കും ലാഭമെല്ലാം ഇല്ല, എന്നാലും കൊള്ളാം. കാസ്ലിംഗ് ചെയ്തു. പിന്നെ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നൈറ്റ് ക്യാപ്ചർ D4 ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ പുള്ളി ചെയ്തില്ല, കാസ്ലിംഗ് ചെയ്തു. കുഴപ്പമില്ല. എന്തായാലും കാസ്ലിംഗ് ചെയ്തത് നല്ലൊരു മൂവ്മെൻ്റ് ആണ്. നമുക്കുള്ള അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ വെട്ടി. ഓക്കെ, നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്തു. ഒന്നും കാണാതെ ഞാൻ ചെയ്യത്തില്ലല്ലോ. നൈറ്റിനെതിരെ മന്ത്രിയെ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്നാലും അവരുടെ നൈറ്റും പോകുമ്പോൾ നമ്മളും വെട്ടും. നമ്മളെ വെട്ടിയാൽ നമ്മളും വെട്ടും, നമ്മളും വെട്ടി. അടുത്ത മന്ത്രി വെച്ച് എടുക്കുമായിരിക്കും. മന്ത്രി വെച്ച് വെട്ടി. നമുക്ക് നമ്മുടെ അടുത്ത നൈറ്റിനെ ഇറക്കാം. അതിന് പകരം നമുക്കിപ്പോൾ ബിഷപ്പിനെ ഇറക്കി കളിച്ചു. ബിഷപ്പ് G4. അവരെന്തായാലും ബിഷപ്പിനെ ഇറക്കാൻ നല്ലൊരു മൂവ്മെൻ്റാണ്. അതുപോലെ തന്നെ നൈറ്റ് C3 കളിക്കുന്ന നല്ലൊരു മൂവ്മെൻ്റാണ്. വെട്ടിയാൽ നമ്മൾ വെട്ടും, ക്യൂവിനെ കൊണ്ടിട്ട് വെട്ടും. എന്ത് കളിക്കുന്നു നോക്കാം. യെസ് ബിഷപ്പ് D6 കളിച്ചു.
നല്ലൊരു മൂവ്മെൻ്റ് ആണ് കേട്ടോ. ബിഷപ്പ് D6 ചാൻസുകൾ ഒത്തിരി ഉണ്ട്. അടുത്ത മൂവ്മെൻറ്റ് വളരെയധികം ചാൻസ് പുള്ളിക്കുണ്ട്. നമ്മളെന്തായാലും ബിഷപ്പിനെ കളിച്ചു, ബിഷപ്പ് G5 കളിച്ചു. ബിഷപ്പ് G5 ആനയെ കൊണ്ടുവന്നിട്ട് കുതിരയ്ക്കിട്ട് പണി നമ്മൾ കൊടുക്കും. ബിഷപ്പ് G5 ഈസ് എ ബ്ലണ്ടർ കേട്ടോ. കാണുമ്പോൾ അറിയാതെ ഒരു ബ്ലണ്ടറാണ്. കാരണം അടുത്ത മൂവ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. മനൂസെ നമ്മൾ ആദ്യത്തെ ബ്ലണ്ടർ കാണിക്കുകയാണ്. അവർ ഏറ്റവും നല്ല മൂവ്മെൻറ്റ് F4 കളിക്കുന്ന ഒരു മൂവ്മെൻറ്റ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ. F4 പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. F4 കളിച്ച് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കാൻ പറ്റിയതായിരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഓക്കെ, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലണ്ടർ കളിച്ചു. ഈസ് എ വളരെ വലിയ ബ്ലണ്ടർ കളിച്ചിട്ടുണ്ട്. ബിഷപ്പ് G5 കളിച്ചു. എന്തായാലും അടുത്ത മൂവ്മെൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു. കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല വെണ്ടയ്ക്ക് വെച്ചിട്ട് ആരോമാർക്ക് വരെ കാണിച്ച് ഇങ്ങോട്ട് വെച്ചേക്കുക. ഇത് മാത്രം കളിച്ചാൽ മതി. എൻ്റെ കയ്യിൽ നിന്ന് കളി കൈവിട്ട് പോയെന്ന് ഇപ്പം തന്നെ അറിയാൻ പറ്റും. അടുത്ത ഒരു 5 മൂവ്മെൻറ്റ് എനിക്കിനകത്ത് ഈ ബോർഡ് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും. 5 മൂവ്മെൻറ്റ് എങ്ങനെ പോകും, ഏത് രീതിയിൽ പോകും. ഈ ചെസ്സ് കളിക്കുന്നവർക്കെല്ലാം അറിയാൻ പറ്റുമായിരിക്കും ഈ അടുത്ത 5 മൂവ്മെൻറ്റ് എങ്ങനെ പോകും, എങ്ങനെ അതിൻ്റെ രീതികളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എവിടെയാണ് എനിക്ക് മണ്ടത്തരം പറ്റുന്നതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനെന്തായാലും അവരെന്തായാലും ആ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി കിങ്ങിനെതിരെ അറ്റാക്ക് വന്നു. നല്ല ബെസ്റ്റ് മൂവ്മെൻറ്റാണ്. എനിക്ക് വേറൊന്നും മറുപടിയില്ല. കിങ്ങിനെ F1 പുഷ് ചെയ്യാനല്ല, വേറെ ഒരു പരിപാടിയില്ല. F1 മാറ്റി അടുത്ത അറ്റാക്കുമായിട്ട് വന്നു. അതും ബെസ്റ്റ് അറ്റാക്കാണ് കേട്ടോ. ബിഷപ്പ് A6 വന്നു. തടയാൻ വേറെ വഴിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ തടഞ്ഞാലും ആ തടയൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ വെച്ച് തടയാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. എന്തൊക്കെ വെച്ച് തടയാൻ സാധിക്കുമോ എല്ലാം പറയുന്നതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പറയാം. ജസ്റ്റ് പറഞ്ഞു നോക്കാം. ബിഷപ്പിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ തടയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മന്ത്രി ഇവിടെ വന്ന് ചെക്ക് വിളിച്ച് കളി ആ സ്പോട്ടിൽ തീരും. അടുത്ത റൂക്കിനെ വെച്ച് തടയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മന്ത്രി ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ച് കളിയപ്പോൾ തീരും. മന്ത്രിയെ കൊണ്ടുവന്ന് തടയാൻ പറ്റും. അങ്ങനെയാണെങ്കിലും ഈ മന്ത്രി ഇങ്ങോട്ട് കൊണ്ടുവച്ച് അപ്പോൾ തീരും. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് തന്നെ തോൽവിയുടെ വസന്തം നമ്മൾ കണ്ടു കഴിയുമായിരിക്കുന്നു അല്ലേ. എന്തായാലും ആളെ ഇറക്കി ഒരു കാര്യമില്ല. മിസ്റ്റേക്കാണ്. എല്ലാവർക്കും അറിയാം. കാണുന്നവർക്കറിയാം, കേൾക്കുന്നവർക്കറിയാം. കേൾക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം. അടുത്ത ഏരിയ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അടുത്ത മന്ത്രി ഇറക്കുന്നതാണ് ബെറ്റർ. എന്തായാലും തോൽവി സമ്മതിച്ചു. റൂക്ക് ഇറക്കി നമുക്ക് ഐശ്വര്യപൂർവ്വം നമ്മുടെ ഈ കളിയും കൊച്ചുകുട്ടിയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 0-1 ഇനിയും ഇതിന് മറുപടി നമ്മൾ കൊടുക്കുന്നോ ഇല്ലെന്നൊക്കെ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ മിസ്സാക്കാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ. ടാറ്റാ, ബൈ, സീ യു.